അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്നു മാജയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. 1032 നമ്പറിലുള്ള ഹദീസാണ്. അതിലൂടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മൾ മാക്സിമം മറ്റുള്ള നമ്മുടെ അയൽവാസികൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകിക്കൊണ്ട് ജീവിക്കുന്നതാണ് നമുക്ക് കൂടുതൽ പ്രതിഫലാർഹം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ നോക്കി അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഒരുപാട് പ്രതിഫലമുള്ളതാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അയൽപ്പക്കക്കാർ, കുടുംബക്കാർ, നമ്മുടെ നാട്ടുകാർ, ഇവരിൽ ഒരാളായിക്കൊണ്ട് ഇവരിൽ കൂടെ അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം നമ്മൾ അവരിൽ ഒരാളായിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് വളരെയധികം അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെക്കാൾ ഒരുപാട് പ്രതിഫലമുള്ളതാണ് അങ്ങനെ ജീവിക്കുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുൻ നാസ വയസ്ബിറു അലാ അദാഹും. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് അവരിൽ ഒരാളായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് അഅ്ലമു അജ്റൻ മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുൻ നാസ വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ക്ഷമിക്കാതെ, അതുപോലെ തന്നെ അവരോട് കൂടി ഇഴകാതെ, അവരുമായിട്ട് യാതൊരു സഹവാസവും ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള ഒരു മുഅ്മിനേക്കാൾ ഒരുപാട് പ്രതിഫലം കൂടുതലാണ് അവരിൽ ഒരാളായിക്കൊണ്ട് അവരോട് സഹവാസം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മുഅ്മിന് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ട് അവരിൽ ഒരാളായിക്കൊണ്ട് അവരുടെ സന്തോഷങ്ങളിൽ കൂടെ നിന്നുകൊണ്ട് സങ്കടങ്ങളിൽ കൂടെ നിന്നുകൊണ്ട് താങ്ങായി തണലായി ജീവിക്കാൻ കഴിയുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.